വസിപ്പ് നേരത്തെ പിന്തുണ സ്വീകരിച്ചതിനെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി പറയാൻ താങ്കൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ടോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഇവർ പറയുന്ന ഏതോ ഇവരുടെ നേതാവിൻ്റെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിൻ്റെയൊക്കെ സംസാരം വേദവാക്യമായി എടുത്തു വരികയാണ്. നമ്മൾ കാണേണ്ടത്, ഈ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചൊരു സംഘടനയായിരുന്നു. അതിനവർ മൗദൂദിയുടെ സിദ്ധാന്തമായിരുന്നു എടുത്തിരുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരുന്നു, അവർ നേരത്തെ ഒന്നും വോട്ട് ചെയ്യില്ല. പിന്നീട് അവർ തീരുമാനിച്ചത് എന്താ? മൂല്യം നോക്കി വോട്ട് ചെയ്യുക. പൊതുവെ അവരെ തമാശയാക്കിക്കൊണ്ട് നേരത്തെയൊക്കെ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ തന്നെ പ്രസംഗിക്കാറുണ്ട്, ഇവർക്ക് മൂല്യം കണ്ടില്ലേ എന്നൊക്കെ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗായിരുന്നു ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാറുണ്ടായിരുന്നത്. കാരണം ഇവരുടെ ഈ നിലപാടുകൾക്കെതിരെയൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പിന്തുണച്ചിരുന്നത് സമസ്ത സുന്നി വിഭാഗമായിരുന്നു. ആ സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ ആശയവുമായി മുന്നോട്ട് വരുന്നവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇവർ പറയുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ 1-2 സീറ്റിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും, ചില സീറ്റിൽ UDFന് വോട്ട് ചെയ്യും, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യും. എന്നിട്ട് പലരും അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ മൂല്യം കണ്ടില്ല എന്നൊക്കെ. അതുമായി ബന്ധപ്പെട്ടാണ് കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുന്നത്. ആ സമയത്തും ഞങ്ങൾ ഇവരെക്കുറിച്ച് ഒരു നിലപാട് പറഞ്ഞത് അതൊരു മതസംഘടനയായിട്ടാണ്. പിന്നീട് ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വരുന്നു, വേറെ പേരിൽ വരുന്നു. അങ്ങനെ പൊതിഞ്ഞുകെട്ടി ഇവരുടെ രാഷ്ട്രീയവും ഇവരുടെ ഈ തീവ്രവാദ സ്വഭാവമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിൽ പല സ്ഥലങ്ങളിലും പ്രാദേശികമായി ചില പ്രയാസങ്ങളും കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ആരും എതിർപ്പ് പറയുന്നില്ല. അങ്ങനെ ഉണ്ടായ സമയത്ത് നേതൃത്വം ഇടപെട്ട് അത് പാടില്ലെന്നും അത് തെറ്റാണെന്നും പറയുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ, വിവിധ തലങ്ങളിൽ. അങ്ങനെ ചെയ്ത സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താ? അതൊന്നുമല്ല പിന്തുണ, ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പിന്തുണയൊന്നുമല്ല. ഇപ്പോൾ PDPയുടെ പറഞ്ഞു ഇവർ. PDPയുടെ അബ്ദുൽ നാസർ മദനിയെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും തീവ്രമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം വൈകാരികമായി മുസ്ലിം ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി ഉപയോഗിച്ച ആളാണ്, തീവ്രമായി പ്രസംഗിക്കുന്ന ആളാണ്. ആ പ്രസംഗം കൊണ്ട് അപകടമുണ്ടായി, അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്താ? വിചാരണ പോലും ഇല്ലാതെ അദ്ദേഹത്തെ തടവിൽ വെക്കുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റം ചുമത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇദ്ദേഹം പിന്നീട് ആവർത്തിച്ച് പറയുന്നു, ഞാൻ മുൻപ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു, മാനസാന്തരപ്പെടുന്നു, ഈ സമൂഹത്തോട് തെറ്റേറ്റ് പറയുന്നു. എൻ്റെ പ്രസംഗങ്ങളിൽ വന്ന പാളിച്ചകളെക്കുറിച്ചും അതിലെ അതിവൈകാരികതയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ കാണേണ്ടത് PDP ഒരിക്കലും ഞങ്ങൾ ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, അതിൽ നിൽക്കുന്ന മതസംഘടനയാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടേയില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ കഴിഞ്ഞ മാസം നടത്തിയ സമരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ സയ്യിദ് കുത്തുബും അസനുൽ ബന്നയും അവരുടെ പടങ്ങൾ ഇവരുടെ സമരത്തിൽ വന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് നമ്മൾ പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഇവർ ഉരുണ്ട് കളിക്കുക. ഈ സതീശൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണല്ലോ, നമ്മളെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലല്ലേ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമൊന്നും ഇല്ല എന്നുള്ളതാണ്. മാസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ നേതാക്കന്മാർ നിരയായി പറഞ്ഞത് ISISുമായി സാമ്യമുള്ളവരാണ് ഇവർ മൗലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകങ്ങൾ പ്രചരിപ്പിച്ച് അതിനടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ്.